ഒരു മാഗ്നറ്റിക് സ്റ്റിറർ അല്ലെങ്കിൽ മാഗ്നറ്റിക് മിക്സർ എന്ന് പറയുന്നത് ലാബുകളിൽ കെമിക്കൽസ് ഒക്കെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാന്തിക വലയം ഉപയോഗിച്ച് ഗ്ലാസിന്റെ അകത്ത് വെച്ചിട്ടുള്ള സ്റ്റിർ ബാർ കറക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാന പ്രവർത്തനം. വീട്ടിൽ നിർമ്മിച്ച ഈ ചെറിയ മാഗ്നറ്റിക് സ്റ്റിററിന്റെ അകത്ത സൂത്രം എന്താണെന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. സങ്കീർണമായ ഒരു സംഭവം പോലും ഇതിന്റെ അകത്തില്ല. ഒരു സാധാരണ 12 വോൾട്ട് DC മോട്ടറിന്റെ മുകളിൽ ഒരു നിയോഡിമിയം മാഗ്നറ്റ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മോട്ടോർ കറങ്ങുന്ന സ്പീഡിൽ മാഗ്നറ്റും കിടന്ന് കറങ്ങും. നിയോഡിമിയം മാഗ്നറ്റ് മറ്റു സാധാരണ കാന്തങ്ങളെക്കാൾ ശക്തി കൂടിയ കാന്തമാണ്. ഒരു കേടായ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് തുറന്നു നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് 2 പീസ് നിയോഡിമിയം മാഗ്നറ്റ് കിട്ടും. അല്ലെങ്കിൽ ഓൺലൈൻ വഴിയും നമുക്കിത് വാങ്ങാൻ പറ്റും. മോട്ടറിന്റെ സ്പീഡ് നിയന്ത്രിക്കാനുള്ള ഒരു സർക്യൂട്ടാണിത്. വെറും ഒരു ട്രാൻസിസ്റ്ററും വേരിയബിൾ റെസിസ്റ്ററും മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഒരു സേഫ്റ്റി പിൻ മുറിച്ച് Z ഷേപ്പിൽ വളച്ചെടുത്താണ് ഇതിനുള്ള സ്റ്റിർ ബാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മാഗ്നറ്റിക് സ്റ്റിറർ പ്രവർത്തിപ്പിക്കാൻ 12 വോൾട്ട് DC ആണ് ആവശ്യം. 240 വോൾട്ട് AC-യിൽ നിന്ന് 12 വോൾട്ട് DC ഉണ്ടാക്കുന്നതിനുള്ള റെക്ടിഫയർ സർക്യൂട്ടിന്റെ ലിങ്ക് മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് സ്റ്റിറർ പ്രവർത്തിപ്പിക്കാനായി ഗ്ലാസിൽ വെള്ളം നിറച്ചതിന് ശേഷം അതിൽ സ്റ്റിർ ബാർ ഇട്ട് കൊടുക്കണം. ഇനി സ്വിച്ച് ഓണാക്കി പതുക്കെ സ്പീഡ് കൂട്ടാം. അടിയിലെ മാഗ്നറ്റ് തിരിയുന്നതിനോടൊപ്പം സ്റ്റിർ ബാറും കിടന്ന് തിരിയും. കമ്പ്യൂട്ടറിന്റെ കേടായ SMPS ബോക്സിന്റെ അകത്താണ് ഈ മാഗ്നറ്റിക് സ്റ്റിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കട്ടിയുള്ള കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റാണ്. നമുക്കിനി ഈ ഗ്ലാസ്സിൽ കുറച്ച് കളർ ഒഴിച്ച് നോക്കാം.